എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 15ാമത്തെ ചാപ്റ്ററും 197ാമത്തെ വീഡിയോയുമാണ്. അപ്പം ഈ ബുക്ക് റിവ്യൂവിൽ 47ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഈ 15ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും വേണ്ടിയ ഒരു ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾക്ക് തോന്നാം, മാഡം ഏതാ വേണ്ടാത്ത? മാഡത്തിന് എല്ലാം വേണം. സത്യം തന്നെയാണ്, എല്ലാം വേണം. നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. എപ്പം നമുക്ക് ഏത് അറിവ് പ്രയോജനപ്പെടുമെന്ന് പറയാനൊക്കത്തില്ല. അപ്പം അറിവ് എന്ന് പറയുന്നത് തന്നെ ഒരു പവറാണ്. അപ്പം എല്ലാത്തിനെക്കുറിച്ചും ഒരു നോളേജ് വേണം. എല്ലാത്തിനെക്കുറിച്ചും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല, എന്നാലും കുറച്ചൊക്കെ എല്ലാത്തിനെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഈ ഇന്നത്തെ വീഡിയോ ഈ 197ാമത്തെയും 198ാമത്തെയും അടുത്ത വീഡിയോയും ഈ 15ാമത്തെ അധ്യായത്തിനെ കുറിച്ചാണ്. ഈ 15ാമത്തെ അധ്യായം എന്ന് പറയുന്നത് എന്തുവാ? യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ സന്തോഷം. അപ്പം നമ്മുടെ ഉപബോധ മനസ്സിനും സന്തോഷത്തിനുമുള്ള ലിങ്ക് എന്തുവാ, കണക്ഷൻ എന്തുവാ, സംബന്ധം എന്തുവാ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് നോക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എന്തിനാ ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പറയുന്നതിന് കാരണം, ഈ ലോകത്ത് ആർക്കാ സന്തോഷം വേണ്ടാത്തേ? ഒരു പൂച്ചക്കുട്ടിക്ക് പോലും അത് ഇനിയൊരു പൂച്ചക്കുട്ടിയുടെ കൂടെ കളിക്കും, അതിലൊരു സന്തോഷം കണ്ടെത്തും. അമ്മ പൂച്ച ഒരു എലിയെ കൊണ്ടുവന്ന് പിടിച്ചിട്ടേച്ചേ, അതിൻ്റെ 3-4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇടയിൽ ഇത് അമ്മ പൂച്ച കൊണ്ടുവന്ന എലിയെ പിടിച്ചിട്ടേച്ച് അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിക്കത്തില്ല. എല്ലാ കുഞ്ഞുങ്ങളും അതിനെ പിച്ചി പറിച്ച് കഴിച്ച് പിന്നീട് ആണ് ഈ അമ്മ പൂച്ച അതിനെ പോയി എടുത്ത് ബാക്കി തിന്നുന്നത്. അതുവരെ ഈ അമ്മ പൂച്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, രസിച്ചുകൊണ്ടിരിക്കും. അതൊരു ഹാപ്പിനെസ്സാണ്. എല്ലാമേ ഹാപ്പിനെസ്സാണ്. അപ്പം ആർക്കാ ഹാപ്പിനെസ് വേണ്ടാത്തേ? ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യൻ ഉൾപ്പെടെ, അത്രയും ഞാൻ പറയത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വസ്തുവാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ സന്തോഷം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് അറിയണ്ടേ ഇല്ലേ? നമ്മളുടെ ഉപബോധ മനസ്സിനെക്കുറിച്ച് ഇത്രയും നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മനസ്സിനും ഹാപ്പിനെസ്സിനും എന്തുവാ ലിങ്ക്, എങ്ങനെ ഒന്നോടൊന്ന് ലിങ്ക്ഡായിട്ടിരിക്കുന്നേ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. എന്തായിരുന്നാലും ഞാൻ വേഗത്തിലങ്ങ് പറയാം. ഇതിലെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, വില്യം ജെയിംസ്, ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. സൈക്കോളജി എന്ന് വെച്ചാൽ മനോതത്വം അല്ലേ, മനഃശാസ്ത്രം. അപ്പോൾ സൈക്കോളജിയുടെ ഫാദർ, അതായത് സൈക്കോളജിയിൽ, മനോശാസ്ത്രത്തിൽ നല്ല ഒരു പേര് കേട്ട് ആദ്യമായിട്ട് അതിനെ തുടങ്ങി വെച്ച ഒരു സയൻറ്റിസ്റ്റാണ് വില്യം ജെയിംസ്, ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. അദ്ദേഹം പറഞ്ഞത്, ഈ 19ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഒരു കണ്ടുപിടിപ്പ് എന്ന് പറയുന്നത് സയൻസിലോ ആസ്ട്രോണമിയിലോ ഒന്നുമല്ല. അതായത് ഈ 19ാം നൂറ്റാണ്ടിലാണ് ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് കണ്ടുപിടിച്ചതും അതിനെക്കുറിച്ച് വെളിപ്പടയായിട്ട് പൊതുവായിട്ട് പബ്ലിക്കിന് അറിയിക്കുന്നതും. ഈ പല ബുക്സുകൾ, ഇതുപോലെ പല കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഈ ബുക്കിൽ തന്നെ ഒരുപാട് ജേർണൽസിൽ, ന്യൂസ് പേപ്പറിൽ വന്ന സംഗതികളെല്ലാം എടുത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ ജോസഫ് മർഫി ഇല്ലേ? അപ്പം അതിനു മുമ്പേ, ഈ 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്നതല്ല, അതിനു മുമ്പേ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇതിലെ ഈ സീരീസ് ഓഫ് വീഡിയോസിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് 15ാം നൂറ്റാണ്ട്, അതിനു മുമ്പേ ബൈബിളിൽ വരെ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി.
അപ്പം ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ അറിഞ്ഞപ്പം തൊട്ടാണ് ഉപബോധ മനസ്സിൻ്റെ അതിൻ്റെ അപാരമായിട്ടുള്ള ശക്തിയും അതിൻ്റെ പുറത്ത് നമ്മൾ വെക്കേണ്ട വിശ്വാസവും, അതാണ് ഈ വലിയ ഒരു ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നത്. ഇപ്പം എന്തൊക്കെയോ സയൻസിൽ കണ്ടുപിടിച്ചു. ഇപ്പോഴും ദിവസവും നിമിഷത്തിന് നിമിഷം പുതിയ പുതിയ കണ്ടുപിടിപ്പുകൾ, പുതിയ പുതിയ മാറ്റങ്ങൾ ഏത് മേഖലയിലെടുത്താലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനെല്ലാം പുറമെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് എന്നുള്ളതുകൊണ്ട് അതിന് അപാര ശക്തിയാണ്. അത് 90% ഓഫ് ദ മൈൻഡ് ഈസ് ഓക്കുപ്പൈഡ് ബൈ ഉപബോധ മനസ്സ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ എത്രയ്ക്ക് വിശ്വാസം വെച്ച് അതിൻ്റെ അടുത്ത് എന്തൊക്കെ നമ്മൾ പറയുന്നോ അതുപോലെ നമുക്ക് ചെയ്തു തരും, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. അപ്പം ഈ ഉപബോധ മനസ്സിനെയാണ് ലോഡ് എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്വയം ഉപബോധ മനസ്സിനെ വിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇൻ എവ്രി ഹ്യൂമൻ ബീയിങ്, ഇത് വീണ്ടും ഞാൻ എന്തിനാ ആവർത്തിക്കുന്നതെന്ന് വെച്ചാൽ കേൾക്കാത്തവരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർ കേൾക്കട്ടെ. നേരത്തെ അറിയാം ടീച്ചറെ, ഇതൊക്കെ എനിക്കറിയാം, തെറ്റില്ല, തിരിച്ചും കേൾക്കണം. എന്നുവെച്ചാൽ ഈ വാക്ക് തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കണം. എന്തുവാ? ഇൻ എവ്രി ഹ്യൂമൻ ബീയിങ് in every human being is that limitless reservoir of power. ലിമിറ്റ്ലെസ് റിസർവയർ ഓഫ് പവർ എന്ന് വെച്ചാൽ അതിന് ഒരു ലിമിറ്റില്ല, അതിനൊരു അതിരില്ല. അതിന് ഇത്ര കിലോയാണ് അതിൻ്റെ പവർ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇത്രയും ഹോഴ്സ് പവറാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ള ശക്തി, നമുക്ക് ഒന്നിലും പറയാനൊക്കത്തില്ല. ലിമിറ്റ്ലെസ് റിസർവയർ ഓഫ് പവർ വിച്ച് ക്യാൻ ഓവർകം എനി പ്രോബ്ലം ഇൻ ദ വേൾഡ്. ഇത് മലയാള വീഡിയോ ആണെങ്കിൽ ഇതങ്ങനെ വായിക്കുന്നതിൻ്റെ കാരണം ഇതിനെ വേറെ ഏത് രീതി പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അത്രയും വരത്തില്ല. വിച്ച് ക്യാൻ ഓവർകം, വിച്ച് ക്യാൻ സോൾവ് എനി പ്രോബ്ലം ഇൻ ദ വേൾഡ്. അതിനെക്കാട്ടിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഈ ഭൂമിയിലുള്ള പ്രോബ്ലങ്ങൾക്കെല്ലാം ഒരു വഴി കണ്ടുപിടിച്ചാൽ പോരെ? അതിനൊരു ഉത്തരം, ഒരു പ്രോബ്ലത്തിന് ഒരു ഉത്തരം, ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ പോരെ? മറ്റ് ലോകങ്ങളിലൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടിയത് ഈ ലോകത്തിൽ, ഈ ജന്മത്ത്, ഈ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നാൽ അതിനെ എങ്ങനെ നേരെയാക്കും? അതിന് നിങ്ങൾ എവിടെയും പോണ്ട, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പോയി ചെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇതാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ വിലമതിപ്പുള്ള ഒരു കണ്ടുപിടിപ്പ്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഡോക്ടർ ജോസഫ് മർഫി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇനി ഹാപ്പിനെസ്, ട്രൂ ആൻഡ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് എങ്ങനെ വരും? ദാറ്റ് യു ക്യാൻ ഓവർകം എനി വീക്ക്നെസ് ബൈ ദ, അതായത് സത്യത്തിലും അടുത്തത് ഹാപ്പിനെസ്സിനെ കുറിച്ച്, സന്തോഷം എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്ന് വെച്ചാൽ, എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നോ, അതായത് ഓരോ മനുഷ്യനിലും ഈ ഉപബോധ മനസ്സ് വർക്കിംഗ് ആണ്, അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിനും ഒരു വഴി കിട്ടും, ഒരു പോം വഴി കിട്ടും, അതിനൊരു സൊല്യൂഷൻ, അതിനൊരു ആൻസർ കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോ അന്നാണ് നിങ്ങൾക്ക് സന്തോഷം. ഇതാണ് ഉപബോധ മനസ്സിനും ഹാപ്പിനെസ്സിനുമുള്ള ലിങ്ക്. നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അതാണ്. അതായത് നമ്മളൊക്കെ എങ്ങനത്തെ ജീവിതമാണോ ജീവിക്കുന്നത്, അടുത്ത നിമിഷം നമുക്ക് എന്ത് പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
ഇപ്പം ഈ നിമിഷം ഞാൻ സംസാരിക്കുന്നു, അടുത്ത നിമിഷം എനിക്ക് എന്തോ ആകുമെന്ന് ഒരു ഇതും മുദ്രപത്രത്തിൽ ആരും എനിക്ക് എഴുതി തന്നിട്ടില്ല. നീ വന്ന് 120 വർഷം വരെ ജീവിക്കും, അതാണോ ഒരു മനുഷ്യൻ്റെ നീണ്ട ആയുള്, നീ 120 വർഷം വരെ ജീവിക്കും, അല്ലെങ്കിൽ നീ ഇത്രയും വർഷത്തിൽ മരിക്കും. നാളെ എന്തോ നാളത്തെ കാര്യം എന്തോ, അടുത്ത നിമിഷം പെട്ടെന്ന് ഒരു തലകറക്കം വന്നു, ഒരു സ്ട്രോക്ക് വന്നു, ഒരു അറ്റാക്ക് വന്നു, ഒരു മൈൽഡ് അറ്റാക്കാ, പോയി, കഥ തീർന്നോ? അത്രയ്ക്ക് അനിശ്ചിതമായ ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്ന ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്ക് അനിശ്ചിതമായിട്ടുള്ള ഒരു നിശ്ചയവും അതിനകത്തില്ല. ഒരു ഗ്യാരണ്ടിയും ആരും തരുന്നില്ല. നമ്മുടെ പടച്ചോൻ തന്നെ നമുക്ക് ഒരു ഗ്യാരണ്ടിയും തന്നിട്ടില്ല. നീ പോയി നിൻ്റെ കർമ്മ എല്ലാം എൻജോയ് ചെയ്തിട്ട് കഴിച്ചിട്ട് വാ, നല്ല കർമ്മനെ എൻജോയ് ചെയ്യ്, ചീത്ത കർമ്മനെ കഷ്ടപ്പെട്ട് കഴിച്ച് തീർത്തിട്ട് വാ, കുറേ പുണ്യം ചെയ്തുകൊണ്ട് വാ. എപ്പം വരണം, എങ്ങനെ വരണം, എവിടുന്ന് വരണം, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അതിലാണ് നമുക്ക് ഇത്രയും പ്ലാൻസ്, 5 ഇയർ പ്ലാന്, 10 ഇയർ പ്ലാന്, 10 വർഷം കഴിഞ്ഞ് ഞാൻ എത്ര ഇരിക്കണം, എത്ര FD ഇടണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ചിലർ വിചാരിക്കും, എന്നാൽ പിന്നെ ടീച്ചറെ ഒരു പ്ലാനിങ് ഇല്ലാതാണോ ജീവിക്കേണ്ടത്? അല്ലല്ല, പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാതെ ഒരു ദിവസവും മുന്നോട്ട് കൊണ്ടുപോകരുത്. ഞാൻ ഇപ്പം ഇന്ന് രാത്രി വരെ ഉറങ്ങുന്നവരെ എന്തൊക്കെ ചെയ്യണമെന്ന് ഓൾറെഡി പ്ലാൻഡാണ്. ദൈവം പ്ലാൻ ചെയ്തത് വേറെ, എനിക്കൊരു പ്ലാനുണ്ട്. ഇത്ര ദിവസം ഇത്ര മണിക്ക് ഇവിടെ പോകണം, ഇത്ര മണിക്ക് ഈ കാര്യം ചെയ്യണം, ഇന്ന് ചെയ്യണം, ഇത്ര മണിക്കകം ഉറങ്ങണം, ഇന്ന ജോലികൾ. രാവിലെ കണ്ണുറന്ന് ഉറങ്ങുന്നവരെ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കും ഒരു പ്ലാനിങ് വേണം. പ്ലാൻ ചെയ്യാതിരിക്കരുത് എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ, അടുത്ത നിമിഷം എന്തുവാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അപ്പം തന്നെ എത്ര മരണങ്ങളാണ് നടക്കുന്നത്, എത്ര ജനനങ്ങളാണ്. ലോകം എമ്പാടും ആലോചിച്ച് നോക്കി, ജനനം മരണം ജനനം മരണം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പം ഇതിൽ ദ ബുക്ക് ഓഫ് പ്രോവേർബ്സ് എന്നൊരു ബുക്കുണ്ട്. അതിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. അത് ബൈബിൾ എഴുതിയ കാലത്തുള്ള ഇംഗ്ലീഷാണ്. അത് കുറച്ച് നമ്മളുടെ ഇംഗ്ലീഷ് പോലെ സിമ്പിളല്ല. എന്നാലും അതിനകത്ത് ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ഒരു പാരഗ്രാഫാണ് ഇദ്ദേഹം തന്നിരിക്കുന്നത്. ഹൂസോ എവർ ട്രസ്റ്റത്ത് ഇൻ ദ ലോർഡ് ഹാപ്പി ഈസ് ഹീ. തീർന്നോ? രത്നച്ചുരുക്കത്തിൽ ഒരു വാക്യത്തിൽ ഡോക്ടർ ജോസഫ് മർഫി എല്ലാം കൂടെ ചേർത്ത് തന്നു. ഹൂസോ എവർ, ആരാരെ ആ ദൈവത്തിൻ്റെ പുറത്ത് വിശ്വാസം വച്ചിരിക്കുന്നോ അവർക്കെല്ലാം സന്തോഷമാണ്. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഹൂസോ എവർ ട്രസ്റ്റത്ത് ഇൻ ദ ലോർഡ് ഹാപ്പി ഈസ് ഹീ. അപ്പോൾ ആര് ഹാപ്പി അല്ല എന്ന് അറിയണമെങ്കിൽ ഒരു ടെസ്റ്റ് മതി. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ, ദൈവത്തിനെ വിശ്വസിക്കുന്നോ, അത് ഏത് ദൈവമാകട്ടെ, അല്ലെങ്കിൽ നിനക്ക് മീതെ ഒരു പവറുണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ടെന്ന് നീ വിചാരിക്കുന്നോ, അതിൻ്റെ അടുത്ത് നീ സറണ്ടർ ആവുന്നോ, നീ ഹാപ്പിയാണ്, നിനക്ക് ഒരു പ്രയാസവും വരത്തില്ല. ഇതാണ് ഹാപ്പിനെസ്സിൻ്റെ ഫോർമുല. അതുമാത്രമല്ല, ഹാപ്പിനെസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മനസ്സിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു. ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബോധമായിട്ടുള്ള കോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ തിരിച്ചും പറയുന്നത്. അപ്പം ഈ ഹാപ്പിനെസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഈ ഒരു മാനസിക അവസ്ഥ എന്ന് പറയത്തില്ലേ, അതാണ് സന്തോഷം എന്ന് പറയുന്നത്. ഒരു മനസ്സിൻ്റെ ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ. അപ്പം ഇതേണ്ടേ, ചൂസ് യു ദിസ് ഡേ ഹൂം യു വിൽ സെർവ്. അതായത് യു ഹാവ് ദ ഫ്രീഡം ടു ചൂസ് ഹാപ്പിനെസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ദൈവം ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്.
പക്ഷേ എത്ര പേര് നമ്മൾ അതിനെ ഓപ്റ്റ് ചെയ്യുന്നു, എത്ര പേര് അതിനെ ചൂസ് ചെയ്യുന്നു, എത്ര പേര് അതിൻ്റെ പുറയിൽ പോന്നു എന്നുള്ളത് വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിൻ്റെ കാരണങ്ങളും ഉണ്ട്, പുറയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുമാത്രമല്ല ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ സിമ്പിളായിട്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെയാണ് ഹാപ്പിനെസ്. അത് നമുക്ക് കൈവരണം എന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മളുടെ ശീലത്തിൽ ഉണ്ടാവണം. വേറൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എന്തുവാ? രാവിലെ കണ്ണ് തുറക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ തോട്ടത്തിൽ ഗാർഡനിൽ പോകുന്നു, പുതിയ ഒരു ഒന്നും വേണ്ട, ഒരു റോസ് പൂത്തിരിക്കുന്നു. ഇന്നലെ ഇത് മൊട്ടായിരുന്നു, ഇന്ന് അങ്ങ് വിരിഞ്ഞ് വിടർന്ന് എത്ര നന്നായിട്ടിരിക്കുന്നു. ഒരു ചെമ്പരത്തിയൊക്കെ കാട് പോലെ പിടിച്ച് വളരുന്നതാണ്. എന്നാലും ആ ചെമ്പരത്തിയുടെ പൂക്കൾ കാണുമ്പോഴേ എന്ത് സന്തോഷം. പച്ചേന്നുള്ള ഇടയിൽ ചുമന്ന പൂക്കൾ. ഇതാരെ കൊണ്ടിങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാ ഇലയും പച്ച, എല്ലാ ഇലയും ചുമപ്പ്. അപ്പോൾ അത് കാണുമ്പം തന്നെ ഒരു സന്തോഷമില്ലയോ? അപ്പം ഇത് ആരെക്കൊണ്ട് രസിക്കാൻ പറ്റുന്നോ അവർക്കാണ് ഈ സന്തോഷം. ഈ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കൊച്ചു സന്തോഷങ്ങളിലാണ്. ആ കൊച്ചു സന്തോഷങ്ങളിലെ നമുക്ക് രസിക്കാനും അതിനെ അനുഭവിക്കാനും അറിയണം. എപ്പോഴും മെക്കാനിക്കലായിട്ട് കണ്ണും അടച്ച് ഈ ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന പോലെ സ്പീഡായിട്ട് ഇടവും വലവും നോക്കത്തില്ല. ഞാൻ സൂര്യനെ നോക്കത്തില്ല, ചന്ദ്രനെ നോക്കത്തില്ല, എനിക്ക് അമാവാസയില്ല, പൗർണമിയില്ല, നക്ഷത്രത്തിനെ നോക്കത്തില്ല, സ്കൈയൊന്നും എനിക്ക് കാണണ്ട, എനിക്ക് TV കണ്ടാൽ മതി, എനിക്ക് സീരിയലിൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞാൽ മതി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, നേച്ചർ എന്ന് വെച്ചാൽ പ്രകൃതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ. പക്ഷേ അതിനെ എത്രത്തോളം നമ്മൾ അനുഭവിച്ച് രസിച്ച് ജീവിക്കുന്നു, അതിനെ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ തരത്തിനെ പറ്റി പറയുന്നത്. ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ ഉയരാനും താഴാനും ഒരു മെയിൻ കാരണം അവൻ പ്രകൃതിയോട് ഇണഞ്ഞ ജീവിതമാണോ, പ്രകൃതിയിൽ ലയിച്ചവൻ ജീവിക്കുന്നോ അല്ലയോ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് വെച്ചാണ് ഒരുത്തൻ്റെ ഹാപ്പിനെസ്സിനെ നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, സോ സിമ്പിൾ കാര്യങ്ങൾ. ഇപ്പോൾ രാവിലെ എണ്ണിച്ചു, എൻ്റെ കയ്യിലിപ്പം 10 ലക്ഷം ഇന്ന് കിട്ടണം, 10 ലക്ഷം കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷമായിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി പോലും കാണത്തില്ല എന്ന് നമ്മളെല്ലാവരും വിചാരിക്കാൻ തുടങ്ങിയാൽ ഒരു 90% ആൾക്കാർക്കും മുഖത്ത് ആ ജന്മത്തെ പോലും ഒരു ചിരിയും വരാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. ടാറ്റാ ബിർളായ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പം 10 ലക്ഷം കിട്ടിയാലേ ഞാൻ ഇന്ന് എനിക്ക് ഹാപ്പിനെസ് ഉള്ളൂ, 10 ലക്ഷം കിട്ടിയാലേ ഞാൻ ചിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു ചിരിയും വേണ്ട, ഒരു കളിയും വേണ്ട, എനിക്ക് ജീവിതമേ ഇല്ല, അന്നത്തെ ദിവസം വേസ്റ്റ് എന്നൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് മരിക്കുന്നവരെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എന്തുവാന്ന് അതിൻ്റെ ടേസ്റ്റ് അറിയാതെ നമ്മൾ പോകും. അതാണ്. അപ്പോൾ സിമ്പിൾ കാര്യങ്ങളിൽ നമ്മൾക്ക് അതിനെ രസനയോട് കണ്ട് രസിച്ച് അതിൻ്റെ കൂടെ ഇണങ്ങി ഇരിക്കാനും നമുക്ക് അറിയണം. അതൊക്കെയാണ് മെയിനായിട്ട് ഒരുത്തൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം. ഓക്കെ, ഇപ്പോൾ ഹൗ ടു ചൂസ് ഹാപ്പിനെസ്. ഇനിയൊരു കാര്യം, വലിയൊരു പാരഗ്രാഫാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അതിനെ ഞാൻ രത്നചുരുക്കമായിട്ട് പറയാം, അത് വായിച്ചിട്ട് കാര്യമില്ല. അതായത്, ഡിവൈൻ ഓർഡർ ടേക്സ് ചാർജ് ഓഫ് മൈ ലൈഫ് ടുഡേ ആൻഡ് എവറി ഡേ. ഡിവൈൻ ഓർഡർ എന്ന് വെച്ചാൽ എന്തുവാ? ആ സൂപ്പർ നാച്ചുറൽ പവർ, അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തി, അല്ലെങ്കിൽ നമ്മളുടെ ദൈവങ്ങളുടെ ഏതോ ഒരു ദൈവം. നമുക്കുണ്ടല്ലോ ഇഷ്ടം പോലെ, വലിയ ലോങ് ലിസ്റ്റ് ഉണ്ടല്ലോ, ദൈവങ്ങളുടെ ലിസ്റ്റ്. അതിൽ ഏതെങ്കിലും ഒരു ദൈവം, നിങ്ങളുടെ ഇഷ്ട ദൈവം, അതിൻ്റെ പേരാണ് ഡിവൈൻ ഓർഡർ. ആ ഡിവൈൻ ഓർഡർ എന്നെ ഇന്ന് വഴി നടത്തട്ടെ. ഇപ്പം നിറയെ പേർക്ക് ഈ സ്വഭാവമുണ്ട്, ഞാനും അത് ചെയ്യും,
ഞാനും ഇടയിൽ ആരുടെയൊക്കെയോ കേട്ട് കണ്ടും വായിച്ചുമൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ എല്ലാ ദിവസവും ഇപ്പം ഞാനത് ചെയ്യുന്നുണ്ട്. എന്തുവാ, രാവിലെ കണ്ണ് തുറന്ന ഉടനെ ദൈവത്തിനെ വിചാരിച്ച് നന്ദി പറയുക. എന്താണെന്ന് വെച്ചാൽ, താങ്ക് യു ഫോർ ഗിവിങ് മീ വൺ മോർ ഡേ. ഇനിയൊരു ദിവസം എനിക്ക് തന്നു, നേരം വെളുത്തു, ഇപ്പോഴും ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എന്നുവെച്ചാൽ രാത്രി ബോധമില്ലാതല്ല, മരണത്തിന് തുല്യമായിട്ടുള്ള ഒരു ഉറക്കമാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോൾ രാവിലെ ഇപ്പം കണ്ണു തുറന്നു, എനിക്ക് ഇനി ഒരു ദിവസം കൂടെ കിട്ടി. താങ്ക് യു ഗോഡ്, താങ്ക് യു അമ്മേ, ഇനിയൊരു ദിവസം കൂടെ എനിക്ക് തന്നു. ഇനി അപ്പം ഇനിയൊരു വാക്ക് ഞാൻ പറയും, നന്ദി. ഇനിയൊരു പുതിയ ദിവസം എനിക്ക് തന്നതിന് നന്ദി. അതുമാത്രമല്ല, എന്നെയും എൻ്റെ ഈ ദിവസത്തിനെയും ഞാൻ അമ്മയുടെ കാലടിയിൽ സമർപ്പിക്കുന്നു. അതിന് പേരാണ് ടോട്ടൽ സറണ്ടർ. സറണ്ടർ എന്ന് വെച്ചാൽ കീഴടങ്ങുക. കീഴടങ്ങുന്നത് എന്തോനാ, പേടിച്ചോ അല്ലെങ്കിൽ ഒരു ഭയത്തിലോ അല്ലെങ്കിൽ ദൈവം നമുക്ക് പടിയളക്കത്തില്ല, ചോറ് തരത്തില്ല എന്നുള്ള വിചാരത്തിലോ ഒന്നുമല്ല. ഇനി ഒരു ദിവസം എത്ര പേര് ഇന്നലെ മരിച്ചു കാണും, എത്ര പേര് ഇന്നലെ രാത്രി കിടക്കുമ്പം തന്നെ മരിച്ചു, അതിന് മുമ്പേ മരിച്ചു, അതിന് പിന്നെയും മരിച്ചു. ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് നൈറ്റ് ഈ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നും എനിക്ക് ജീവനുണ്ടല്ലോ, ഞാൻ ശ്വസിക്കുന്നുണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതുതന്നെയാണ് ഏറ്റവും വലിയ ലക്ക്, അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം, അതാണ് ഏറ്റവും വലിയ അധിഷ്ഠം. ഇനി ഒരു ദിവസം കൂടെ എനിക്കുണ്ട്. അപ്പം നമ്മൾ ഓരോ ദിവസം കണ്ണ് തുറക്കുമ്പോഴും ന്യൂ ഡേ, എനിക്കൊരു പുതിയ ദിവസം കിട്ടി, ഇനിയൊരു ദിവസം കിട്ടി. അപ്പോൾ ഈ ദൈവമേ, എനിക്ക് ഇനിയൊരു പുതിയ ദിവസം തന്നതിൽ നന്ദി. എന്നെയും ഈ ദിവസത്തിനെയും അമ്മയുടെ കാലടിയിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്തുവാ, ഇന്ന് എന്തൊക്കെ നടന്നാലും അത് അമ്മയുടെ ഇഷ്ടത്തിന് നടക്കുന്നു, അതിനെ ഞാൻ സ്വീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അപ്പം നമുക്കിന്നൊരു ആഗ്രഹം വേണ്ടേ, നമുക്കിന്നൊരു പ്ലാനിങ് വേണം. നമ്മളാണല്ലോ നമ്മുടെ ജീവിതത്തിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്ലാനിങ് വേണം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിലൊന്നും ആരും കുറ്റം പറയുന്നില്ല. ഞാനിന്ന് ഒരു ബെൻസ് കാർ വാങ്ങിക്കും, നാളെ തൊട്ട് ഓഫീസിൽ ബെൻസ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആഗ്രഹിക്കുന്നതിൽ എന്തോ തെറ്റ്? ഒരു തെറ്റുമില്ല. ചിലപ്പോൾ അത് നടക്കും, നടക്കാതെയും പോവും. പക്ഷേ ആ ഒരു ദിവസം നമുക്ക് കയ്യിൽ കിട്ടുന്നല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ആരോ വലിയ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയതിൽ കരുതുന്നത് എന്തുവാ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുക, ഞാനിത് ഇപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നില്ലയോ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പം ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഐ എം ബ്രീതിങ്, ഐ എം ലിവിങ്, ഐ എം അലൈവ് ടുഡേ, അതാണല്ലോ എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് മാത്രമല്ലേ നമുക്ക് വേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മുന്നോട്ട് പോകാനും പറ്റുന്നേ. അപ്പം ആ ടോട്ടൽ സറണ്ടർ എന്നുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ ഈ അഹങ്കാരം നമ്മുടെ തല തിന്നാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിനും ഐ ഡിഡ്, ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ ചെയ്തു, ഇല്ല ഞാൻ ഇങ്ങനെ കൂടുമ്പോഴാണ് അതിന് പേരാണ് ഈഗോ അല്ല, സൂപ്പർ ഈഗോ, അഹങ്കാരം. അഹംകാരം, ഞാൻ കാരണമാണ് ഈ വീട്ടിലെല്ലാം ചോറ് തിന്നുകൊണ്ട് കിടക്കുന്നത്, ഞാൻ കാരണമാണ് നിങ്ങളൊക്കെ തുണി ഉടുത്തുകൊണ്ട് നടക്കുന്നത്, ഞാനാണ് ഈ കുടുംബത്തിന് നായകൻ, ഞാൻ കാരണമാണ് നിങ്ങളെല്ലാം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പം അത് മൂത്ത അഹങ്കാരം എന്നേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ, തലമൂത്ത അഹങ്കാരം, വേറെ ഒന്നും പറയാനില്ല. അപ്പം ആ അഹങ്കാരത്തോടെ ജീവിക്കുന്നവന് ഒരു ഹാപ്പിനെസ്സും ഇല്ല. എത്രയ്ക്ക് നമ്മൾ ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നോ അതാണ് നല്ലത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വലിയ പാരഗ്രാഫേ തന്നിട്ടുണ്ട്. അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം വേറൊരു കാര്യം, ഇദ്ദേഹം നമ്മുടെ ജോസഫ് മർഫി കുറേ വർഷത്തിന് മുമ്പേ
ഒരാഴ്ച അയർലാൻഡിൽ ഒരാഴ്ച ഒരു വ്യവസായിയുടെ വീട്ടിൽ, വ്യവസായി എന്ന് വെച്ചാൽ വളരെ പാവപ്പെട്ട ഒരുത്തൻ, നെല്ലൊക്കെ വിതച്ച് അതിനെ വളർത്ത് നെല്ലാക്കി കൊണ്ടുവരുന്ന ഫാർമർ, ഒരു വ്യവസായി. അപ്പോൾ ആ വ്യവസായിയുടെ വീട്ടിൽ ഇദ്ദേഹം ഒരാഴ്ച നിന്നു, സ്റ്റേ ചെയ്തു. അപ്പോൾ അങ്ങേരുണ്ടല്ലോ എപ്പോൾ നോക്കിയാലും ഈ പാട്ടും പാടി, ചൂള പഠിച്ച് പാട്ടും പാടി വിസിലും ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പം ഇദ്ദേഹം അങ്ങനെ ഇങ്ങനെ വാച്ച് ചെയ്യുക. സദാ ഇപ്പോൾ ഒരു ഫാർമർ എന്ന് വെച്ചാൽ വലിയ കോടീശ്വരനൊന്നുമല്ല, അവൻ്റെ വലിയ 4 നില കെട്ടിടവുമില്ല, വീട്ടിൻ്റെ മുമ്പിൽ ബെൻസും ഓടിയും അതും ഇതും ഒന്നും അല്ല നിൽക്കുന്നത്. അവൻ നടന്നായിരിക്കും മൈലുകൾ പോകുന്നത്, മാടും ഓട്ടിക്കൊണ്ട് പോകുന്നു. ഒരു തലേ ദിവസത്തെ പഴങ്കഞ്ഞി ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 2 പച്ചമുളകും പിച്ചിട്ടുകൊണ്ടായിരിക്കും അവൻ പോകുന്നത്, അതായിരിക്കും അവൻ്റെ ലഞ്ച്. പക്ഷേ അത്രയും സാധാരണപ്പെട്ട ഒരു ജീവിതം ജീവിച്ചാലും അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്, എപ്പോഴും പാട്ട്, ഹാപ്പി, ആ മുഖത്ത് എപ്പോഴും ഒരു ഹാപ്പിനെസ് കാണാം. അപ്പം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ എപ്പോഴും സന്തോഷമായിരിക്കുന്നത്? അപ്പം നമുക്ക് സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഈ സദാകാലവും നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ, അതിന് കാരണം എന്തുവാ? അപ്പം ആ ഫാർമർ, ആ വ്യവസായി പറയുക, ഇറ്റ് ഈസ് എ ഹാബിറ്റ് ഓഫ് മൈൻഡ് ടു ബി ഹാപ്പി. ഇറ്റ് ഈസ് എ ഹാബിറ്റ് എന്ന് വെച്ചാൽ ശീലം. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതിനെ എൻ്റെ ഒരു ശീലമാക്കി വെച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ തോട്ട്, നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങൾ, പിന്നെ വായി വരുന്ന വാക്കുകൾ, പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതം, തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്, നമ്മൾ ചെയ്യുന്ന ചെയ്ത്തുകൾ, ഇതെല്ലാമേ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അത് എനിക്ക് ശീലമായി. പറഞ്ഞ് അതിനെ ശീലിപ്പിച്ചു, എൻ്റെ മനസ്സിനെ ശീലിപ്പിച്ചു. എന്തോ ശീലിപ്പിച്ചു? എപ്പോഴും ഹാപ്പി ആയിരിക്കണം, എന്ത് വന്നാലും ശരി. മല മറിഞ്ഞ് നമ്മുടെ മുമ്പിൽ കാലടിയിൽ വന്ന് കിടന്നാലും ശരി, ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. അപ്പം നമ്മൾ തിരിച്ചും ചെയ്യുമ്പം അതൊരു ഹാബിറ്റാകും. ഹാബിറ്റ് എന്ന് വെച്ചാൽ ശീലം. ഇപ്പോൾ നമ്മൾ ദിവസം രാവിലെ എണീക്കുന്നു, നേരെ ബാത്റൂമിൽ പോകുന്നു, പകുതി ഉറക്കത്തിലായിരിക്കും പേസ്റ്റ് എടുത്ത് ബ്രഷിൻ്റെ പുറത്ത് വയ്ക്കുന്നത്, അല്ലേ? പല്ല് തേക്കുന്നു. അപ്പോൾ അത് ശീലം എന്നുവെച്ചാൽ കൊച്ചിലേ തൊട്ട് നമ്മൾ ചെയ്ത് വരുന്ന ഒരു കാര്യം, അത് ക്രമേണ അത് ശീലമാകും. അതാണ് ഹാബിറ്റ്. അതുപോലെ അത് ഹാബിറ്റ് ഇങ്ങനെ തുടർന്ന് വരുമ്പോൾ അതിൻ്റെ പേരാണ്, അത് നമ്മളിൽ ഒരു ഭാഗമായിട്ട് മാറും. അതിൻ്റെ പേരാണ് പേഴ്സണാലിറ്റി. ഒരാളിൻ്റെ രൂപമൊന്നുമല്ല, ആ ആളിൻ്റെ ഗുണം, അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഫാർമർ, ഈ വ്യവസായി എന്തുവാ പറയുന്നത്? ഞാൻ രാവിലെ എണ്ണിക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നെ തന്നെ ഞാൻ ബ്ലെസ് ചെയ്യും, എൻ്റെ ഫാമിലിയെ ബ്ലെസ് ചെയ്യും, ഞാൻ വളർക്കുന്ന നെൽമണി കതിറുകളെ ബ്ലെസ് ചെയ്യും, ഞാൻ കൊണ്ടുപോകുന്ന ആടുമാട് എല്ലാത്തിനെയും ബ്ലെസ് ചെയ്യും. ആൻഡ് ഞാൻ എപ്പോഴും ദൈവത്തിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ശീലം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹാപ്പിയാണ്, എപ്പോഴും ഞാൻ ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. അപ്പം അപ്പം അങ്ങനത്തെ ഒരു സാധാരണ ജീവിതം ജീവിക്കുന്ന ആളിനും എങ്ങനെ ഹാപ്പി ആയിരിക്കാമെന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ അയാൾക്ക് കാറില്ല, വീടില്ല, വലിയ ബംഗ്ലോ ഇല്ല, കൊട്ടാരമില്ല, അതില്ല, ഇതില്ല, ഒന്നും അയാൾക്ക് ഒരു ബോധറേഷനേ അല്ല. ഇതെല്ലാം ഉള്ളവരും ഹാപ്പിയല്ല, അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പം യു മസ്റ്റ് ഡിസയർ ടു ബി ഹാപ്പി. അപ്പം ബേസിക്കലായിട്ട് ഞാൻ എന്ന് ഹാപ്പിയായിരിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഇപ്പം ഹാപ്പി എന്ന് പറഞ്ഞാൽ 1 കിലോ ഹാപ്പിനെസ് എന്നാ പിടി, ദിവസവും സൊമാറ്റോയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതിൽ നിന്ന് ഒരു മെസ്സഞ്ചർ കൊണ്ടുവന്ന് ദിവസം 1 കിലോ ഹാപ്പിനെസ് തരാം
ഓ ഇന്ന് 1 കിലോ ഹാപ്പിനെസ് എനിക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് സാഡാണ്, എനിക്ക് ദുഃഖമാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ. അത് എന്നും നമ്മൾ ഹാപ്പി ആയിരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. വെളിയിൽ നിന്ന് വരുന്ന ഹാപ്പിനെസ് അല്ല. ഹാപ്പിനെസ് മസ്റ്റ് കം ഫ്രം വിതിൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംതൃപ്തി, ഒരു തൃപ്തി, അതുകൊണ്ടുള്ള ഒരു സന്തോഷം. ഇതാണ് സത്യത്തിലും പറഞ്ഞാൽ ഒவ்வொരു മനുഷ്യനും ജീവിക്കേണ്ട രീതി. പക്ഷേ ഒരു 95% ആൾക്കാരും ഹാപ്പിനെസ്സിനെ അല്ല തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് ദുഃഖമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അത് മനസ്സിൻ്റെ ഒരു രീതി എന്നുവെച്ചാൽ, മനസ്സിൻ്റെ രീതി എന്ന് വെച്ചാലേ, മനസ്സിൻ്റെ രീതി നാച്ചുറലായിട്ടുള്ള രീതിയല്ല, മനസ്സിനെ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. വേറൊന്നുമല്ല. ചിലപ്പോഴൊക്കെ ഈ സമ്മർ വെക്കേഷനിൽ എല്ലാ കുട്ടികളൊക്കെ വരും വീട്ടിൽ, ഭയങ്കര കളിയും ചിരിയും ഒക്കെ തമാശയൊക്കെ ആയിരിക്കും. കിടന്ന് ചിരിക്കും. ഓരോരുത്തർ ഒരു ഡാൻസ് കാണിക്കും, ഒരു പാട്ട് കാണിക്കും, അവരവരുടെ സ്കൂളിൽ നടന്നതൊക്കെ പറയും. ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോഴേ, അപ്പോൾ വലിയവരെല്ലാം ചുറ്റി നിൽക്കും, കൊച്ചുങ്ങളെല്ലാം നടുക്ക് നിർത്തി പാട്ട് പാടാൻ പറയും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൊച്ചിലായിരുന്നു. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം. ആ പാട്ടൊക്കെയാണ് എൻ്റെ കൊച്ചുനാളിലുള്ള പാട്ടുകൾ. അപ്പോൾ അതൊക്കെ പാടിപ്പിക്കും. വിരുന്ന് വരും 10-ാം മാസത്തിൽ. നമുക്കൊക്കെ എന്തോ അപ്പോൾ അർത്ഥവും അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. റേഡിയോയിൽ കേൾക്കുന്നു, പാടുന്നു, അതിനേറ്റ പോലെ ഒരു ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ഹാപ്പി. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾക്ക് ഒരുപാട് ചിരിച്ചാലുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മൂമ്മ പറയും, മതി നിർത്ത്, കുറേ ചിരിച്ചു, ഇനി അടുത്ത് ഒപ്പം കരയുന്നൊക്കെയോ, ഇപ്പം നീ കരയും, ഒക്കെ ചിരി കൂടിപ്പോയി, മതി നിർത്ത്. അതെന്തൊരു വർത്താനമാണ്. അപ്പോഴൊക്കെ പറയുമ്പോൾ നിർത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും. നമുക്ക് അതിന് മേളിൽ ചിന്തിക്കാൻ ബുദ്ധിയില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ അതെങ്കിലും ചോദിക്കും, വൈ, എന്തുകൊണ്ട് നീ അങ്ങനെ പറയുന്നു എന്ന്. അന്ന് നമ്മളതൊന്നും ചിന്തിച്ചുമില്ല, ചോദിച്ചുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നു? അപ്പോൾ വലിയവർ തന്നെ, ഈ സൊസൈറ്റി തന്നെ നമ്മളെ പറഞ്ഞ് പകുതി ഹാപ്പിനെസ് ഇല്ലാതാക്കി നമ്മുടെ ജീവിതത്തിൽ. ഒരു ദിവസം നല്ലപോലെ മനസ്സ് വിട്ട് വായി വിട്ട് നല്ലപോലെ ചിരിച്ചു എന്ന് വിചാരിച്ച് ഉടനെ കരയണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഉടനെ ഏതെങ്കിലും ഒരു ദുഃഖമായിട്ടുള്ള ഒരു ന്യൂസ് വരും, ആരെങ്കിലും എവിടെയെങ്കിലും മരിച്ചു എന്നുള്ളത് കേൾക്കും. അതൊക്കെയാണ് അവരുടെ പേടി, ഈ അക്കാലത്തെ ആൾക്കാരുടെ പേടി. അപ്പം അവരുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. എന്തുവാ? ഒരുപാട് ചിരിക്കരുത്, ഒരുപാട് സന്തോഷിച്ചാൽ ഉടനെ അതിന് ദുഃഖമായിട്ടുള്ള ഒരു ന്യൂസ് വരും, അല്ലെങ്കിൽ ഉടനെ അതിന് പുറകെ നമ്മൾ കരയും എന്നൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ എപ്പോഴും പറയും. നമ്മുടെ അമ്മൂമ്മയൊക്കെ എപ്പോഴും എൻ്റെ അമ്മൂമ്മയൊക്കെ എപ്പോഴേ അങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ്. എന്ന് വെച്ചാൽ അവർക്ക് ആത്മീയതയിൽ കൂടുതൽ വിശ്വാസമാണ്. പക്ഷേ ഇത് ആത്മീയത്തിലുള്ള ഒരു ഭാഗമല്ല, അതൊരു മൈൻഡ് സെറ്റ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ അമ്മയോ അമ്മൂമ്മയോ ഒക്കെ പറഞ്ഞു കൊടുത്തായിരിക്കും. ഒരുപാട് അങ്ങ് നെഹളിക്കാതെ, തലമറന്ന് എണ്ണ തേക്കാതെ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തലമറന്ന് എണ്ണ തേക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും പിടികിട്ടത്തില്ല. എന്നാലും ശരി, പറഞ്ഞാൽ കേൾക്കും. അതാണ് നമ്മളുടെ ഒരു നല്ല സ്വഭാവം. ഞങ്ങളൊക്കെ കൊച്ചായിരുന്നപ്പോൾ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല. അപ്പം ഇതിൽ ഒരു എക്സാമ്പിൾ പറയുന്നു. ഇംഗ്ലണ്ടിൽ ഒരു സ്ത്രീക്ക് ഈ ജോയിൻറ്റിലുള്ള പെയിൻ, റുമാറ്റിസം എന്ന് പറയുന്നത് ഭയങ്കര ജോയിൻറ്റ്സിൽ വരുന്ന പെയിനാണ്. ചിലപ്പോൾ ഈ കൈയൊക്കെ ഒരുമാതിരിയൊക്കെ ആകും. പിന്നെ അവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു എൽഡർലി ലേഡി ഒരു വീട്ടിൽ ഉണ്ട്. അപ്പം അവർക്ക് അവരുടെ മോൻ്റെ അടുത്തു നിന്നും മോളടുത്തു നിന്നും അടുത്ത വീട്ടിലെ ആൾക്കാരും ചുറ്റിയുള്ളവരുടെയൊക്കെ അറ്റൻഷൻ കിട്ടണമെന്ന് വെച്ചാൽ അവരെല്ലാം ഇവരെ വന്ന് താങ്ങണം, ഇവർക്ക് എല്ലാ ജോലിയും ചെയ്തു കൊടുക്കണം, എല്ലാം വന്ന് എല്ലാ ദിവസവും വന്ന് അന്വേഷിക്കണം. ഇന്ന് ഇത് പെയിനുണ്ടോ,
ഇന്ന് കാലുവേദന കുറഞ്ഞോ, ഇന്ന് അനങ്ങാൻ പറ്റിയോ, എണീക്കാൻ പറ്റിയോ ഒന്ന് ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കണം. അതാണ് അവർക്ക് ഭയങ്കര തൃപ്തി, ഹാപ്പിനെസ്. അപ്പം അവർക്ക് ഈ ഈ ഈ റുമാറ്റിസം എന്നുള്ള ഒരു വലിയ ഒരു ഡിസീസ് ഉണ്ടല്ലോ, അതൊരു വലിയ ദുരന്തമാണ്. പക്ഷേ അവർക്കത് ഇഷ്ടമാണ്, അവർക്കത് വേണം. എന്താണെന്ന് വെച്ചാൽ ഈ റുമാറ്റിസം ഉണ്ടെന്ന് പറഞ്ഞ് കട്ടിലിൽ എപ്പോഴും കാല് നീട്ടി ഇരുന്നുകൊണ്ടിരുന്നാൽ ആളുകളൊക്കെ വന്ന് അവരെ അന്വേഷിക്കുക, അവർക്ക് വേണ്ടിയതെല്ലാം എടുപിടി ജോലിയൊക്കെ ചെയ്തു കൊടുക്കും. എല്ലാവരും കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധിച്ചെടുക്കാൻ പറ്റും. അതാണ് അവർക്ക് വേണ്ടിയത് ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പം വെളിയിൽ അയ്യോ ഈ കാലുവേദന എനിക്ക് മാറുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം അവർക്ക് ഇതൊക്കെ മാറണം, ഞാനും എണീച്ച് നടക്കണം, എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും ആരെങ്കിലും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ജീവിതമല്ല എന്നല്ല അവർ വിചാരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ റുമാറ്റിസം ഉള്ളത് എൻജോയ്മെൻറ്റാണ്. നടക്കട്ടെ ഇതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ആൾക്കാരൊക്കെ എന്നെ ചുറ്റിലും വന്ന് നോക്കുന്നേ. അപ്പോൾ ഇവരൊക്കെ നോക്കാതിരുന്നാൽ അറിയാം അതിൻ്റെ വിശേഷം എന്തുവാണ്. അപ്പം അവർക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ അസുഖത്തിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ഹാപ്പിനെസ്സാണ്. അത് ഹാപ്പിനെസ് അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ആൾക്കാർക്ക് തന്നെ ഏതാ ഹാപ്പിനെസ്, സന്തോഷം ഏതാ, സന്തോഷം അല്ലാത്തതേതാ, ദുഃഖം ഏതാ, ദുഃഖിക്കേണ്ട കാര്യങ്ങൾ എന്തുവാ, ദുഃഖിക്കരുതാത്ത കാര്യങ്ങൾ എന്തുവാ, ഏതൊക്കെയാണ് നമ്മൾ ലൈഫിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഏതിലൊക്കെയാണ് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ നമുക്ക് സാധകമായിട്ട് മാറ്റാൻ പറ്റുന്നത്, ഇതിലൊന്നിനും ആൾക്കാർക്ക് ബോധമില്ല എന്ന് വെച്ചാൽ അറിവില്ല, ജ്ഞാനമില്ല. അപ്പം അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ ദൈവത്തിന് കണ്ണില്ല, അവനേതോ അത്രയും സന്തോഷமாக വെച്ചിരിക്കുന്നു, ഞാൻ നോക്ക് എന്നും ഇങ്ങനെ തന്നെ പാടും ദുരിതവും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പാടും ദുരിതമൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷമില്ലാതെ ദുഃഖിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്നത് അവനവൻ്റെ ചോയ്സാണ്. അവൻ്റെ ചോയ്സ് എന്ന് വെച്ചാൽ റുമാറ്റിസം ഉണ്ട്, എന്നാലും നമ്മളാലായത് നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ എണ്ണിച്ച് നിന്ന് ചെയ്യുക, നമ്മളാലായ സഹായം മറ്റവർക്ക് ചെയ്തു കൊടുക്കുക. അല്ലാതെ എല്ലാ സമയവും എൻ്റെ കാലിനെ നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും വന്ന് എൻ്റെ കാലിനെ പിടിച്ചു തരണം എന്നൊക്കെ വിചാരിക്കുന്നത് അത് നല്ല രീതിയിലുള്ള സ്വഭാവം അല്ല. അതിനല്ല നമ്മൾ ഈ ജന്മം എടുത്ത് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അത്രേ അദ്ദേഹം പറയുന്നുള്ളൂ. അതെ, ഒടുക്കം പറഞ്ഞിരിക്കുന്നത് എന്താണോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ദേ സീം ടു എൻജോയ് ബീയിങ് മിസറബിൾ ആൻഡ് സാഡ്. അതായത് മിസറബിൾ എന്ന് വെച്ചാൽ ഒരു നല്ല ഒരു രീതിയിലല്ല, വളരെ മിസറബിളായിരിക്കുന്നു വെച്ചാൽ ഒരു പാടും ദുരിതവും, അതാണ് മിസറബിൾ. അപ്പോൾ ഈ പാടും ദുരിതവും ഉണ്ട്, അവർക്ക് ദുഃഖമുണ്ട് എന്ന് വിചാരിക്കില്ല, അതിലവർക്ക് ഒരു സന്തോഷം കണ്ടെത്തും. അതാണ് സാഡിസം. ഈ സാഡിസം എന്ന് പറയുന്നതൊക്കെ പല രീതിയിലുണ്ട്. അതൊക്കെ പറഞ്ഞു പോയാൽ പറഞ്ഞും തീരാത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് സാഡിസം. ഈ സാഡിസം എന്ന് പറയുന്നത് എന്തുവാ, ഹാപ്പിനെസ്സിൻ്റെ ഓപ്പോസിറ്റാണ് സാഡിസം, സാഡ്. അപ്പം ഒരാൾ ഹാപ്പി ആയിരിക്കണമെന്ന് വിചാരിച്ചാൽ, അവൻ തീർമാനിച്ചാൽ അവന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ ജോസഫ് മർഫിയുടെ നിഗമനം. അത് 100% കറക്റ്റുമാണ്, അത് സത്യമാണ്. ഓക്കെ, അപ്പം എത്ര പേര് ഇങ്ങനെയൊക്കെ ഇതുവരെ ജീവിച്ചിരുന്നെങ്കിലും ഇനിയെങ്കിലും ഞാൻ ഈ ഫാർമറുടെ കാര്യം പറഞ്ഞ പോലെ, അയർലാൻഡിലെ ഫാർമറുടെ കാര്യം പറഞ്ഞ പോലെ, എനിക്ക് വലിയ ലക്ഷങ്ങളും കോടികളും ഇല്ലെങ്കിലും ഞാൻ ഉള്ളത് വെച്ച് ഹാപ്പിയാണ്. 2 ഡ്രസ്സേ ഉള്ളൂ, ദിവസം അന്നന്ന് കുളിക്കുമ്പോൾ നനച്ചിട്ടാലേ അടുത്ത ദിവസം അത് ഇടാനുള്ളൂ എന്ന് വിചാരിച്ചാലും ഹാപ്പിയാണ്. അതാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.